പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഇന്ന് സർവ്വസാധാരണമായി നമ്മുടെ യുവജനങ്ങളിൽ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കരായ സ്ത്രീകളിൽ കാണുന്ന ഒരു ഗൈനക്കോളജിക്കൽ ഡിസോർഡറാണ് ഈ പ്രതിഭാസം. ഇത് ഇന്ന് വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു അസുഖമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു സിൻഡ്രോമായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നു. കാരണം നമ്മുടെ ഒ പിയിൽ നമ്മളെ കാണാൻ വരുന്ന പേഷ്യൻസിൽ ഒരു മിഡിൽ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും ഒരു പ്രശ്നം നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. അത് ഒന്നെങ്കിൽ ഡിസ്മെനോറിയ, അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ പീരീഡ്സ് വരുന്നു, അല്ലെങ്കിൽ പീരീഡ്സിൽ കുറവ് വരുന്നു, അല്ലെങ്കിൽ വൺസിനെ 1-2 മാസം ഇടവിട്ട് പീരീഡ്സ് സംഭവിക്കുന്നു, പിന്നെ പീരീഡ്സിൽ വളരെ ശുഷ്കത അനുഭവപ്പെടുന്നു. അങ്ങനെ ഒത്തിരിയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്നത്തെ യുവജനങ്ങളിൽ കണ്ടുവരുന്ന ഒരു അസുഖത്തിൻ്റെ മറ്റൊരു പ്രതിഭാസമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആയുർവേദ വിഭാഗത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി അവരുടെ ദിനചര്യയെക്കുറിച്ചും അവരുടെ സ്വസ്ഥവൃത്തിയെക്കുറിച്ചും അവരുടെ ഭക്ഷണ ശൈലിയെക്കുറിച്ചുമെല്ലാം അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ അസുഖത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട് മെഡിസിൻ കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായി നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഈ ഒ പിയിൽ വരുന്ന നമ്മുടെ യുവജനങ്ങളോട് അല്ലെങ്കിൽ കുട്ടികളോട് അവരുടെ ഭക്ഷണ ശൈലിയെക്കുറിച്ച് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു വരുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു ഭക്ഷണ ശൈലിയിലൂടെയാണ് ഇന്നത്തെ യുവജനങ്ങൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദിനചര്യ. ആയുർവേദത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാരപ്രശമനം എന്ന് പറയും. അതായത് ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണം, രോഗമുള്ളവൻ്റെ രോഗത്തെ സുഖപ്പെടുത്തി അവനെ ആരോഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെ ഒരു മെത്തഡോളജി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായത് ആ വ്യക്തിയുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളതാണ്. അതിൽ ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രധാന ഭാഗമാണ് ബ്രഹ്മാവിൻ്റെ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് അനുദിന കൃത്യങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു പോകണമെന്നുള്ളതാണ്. പക്ഷേ ഈ PCOS അല്ലെങ്കിൽ PCOD ആയിട്ട് വരുന്ന വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നു, വളരെ ലേറ്റായിട്ട് ഉണരുന്നു. ഇതാണ് ഇന്നത്തെ ബ്രഹ്മാവിൻ്റെ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഉണരണമെന്നും സൂര്യൻ അസ്തമിച്ച് ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഉറങ്ങണം എന്നുള്ള നല്ലൊരു നിഷ്ഠയായ ഒരു ജീവിതക്രമം നമുക്ക് ഭാരതത്തിലുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഭക്ഷണ രീതികളും ഇപ്പോൾ രാത്രി ഒരു 10:30 കിടന്നാൽ രാവിലെ ഒരു 4:30-5 മണി 5:30 ഉണരണം എന്നുള്ള ഒരു നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്കൊരു ശരീരത്തിൽ ഒരു റിതമുണ്ട്, ഒരു ഹോർമോൺ, അതുപോലെ തന്നെ നമ്മുടെ ശരീര വ്യവസ്ഥകളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ഫങ്ഷൻ നന്നായി നടക്കുന്ന സമയം രാത്രികളാണ്. അതായത് രാത്രി ഒരു 10:30 ഉറങ്ങി നമ്മളൊരു 4:30 എഴുന്നേൽക്കും, നമ്മുടെ കംപ്ലീറ്റ് ഡൈജഷൻ നമുക്കവിടെ നടക്കും. ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നതോടുകൂടെ നമ്മളുടെ ശരീരത്തിലുള്ള ഭക്ഷണങ്ങളെ അബ്സോർബ് ചെയ്യാനായിട്ട് ശരീരത്തിന് സാധിക്കും, അതായത് ഓരോ കോശങ്ങൾക്കും സാധിക്കും. ഇതിൽ വരുന്ന വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴും യുവജനങ്ങളിൽ കണ്ടുവരുന്ന ഈ ഒരു PCOSന് കാരണമാകുന്നുണ്ട്. കാരണം ഭക്ഷണം യഥാർത്ഥത്തിൽ മുഴുവനായിട്ടും ദഹിക്കാത്തിടത്തോളം കാലം നല്ല ഒരു നറിഷ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. ആയുർവേദ വിധി പ്രകാരം നമുക്കൊരു സപ്തധാതുക്കൾ എന്നൊരു കോൺസെപ്റ്റ് നമുക്കുണ്ട് ട്രീറ്റ്മെൻറ്റിൽ. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമുക്ക് കിട്ടണം എസൻസ്, നറിഷ്മെൻറ്റ്. അതായത് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ര, ഇങ്ങനെയാണ് ഞങ്ങൾക്കൊരു സപ്തധാതുക്കളുടെ ഒരു ഘടനയുള്ളത്. അതിൽ രസം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എസൻസാണ് ഈ രസം. ഈ രസധാതു നല്ലതാണെങ്കിലേ നല്ല രക്തധാതു നമുക്കുണ്ടാവുകയുള്ളൂ. രക്തം എന്ന ധാതു നല്ലതാണെങ്കിൽ പിന്നെ മാംസധാതുവിന് നല്ല നറിഷ്മെൻറ്റ് കിട്ടുന്നുള്ളൂ. ഏറ്റവും അവസാനത്തെ ധാതുവാണ് ശുക്രധാതു. അതായത് ഫീമെയിൽസിൽ, പെൺകുട്ടികളിൽ അത് ഓവമായും ആണുങ്ങളിൽ അത് നമുക്ക് സ്പേമായിട്ടും പ്രൊഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ആഹാരത്തിൻ്റെ എസൻസിൽ നിന്ന് കിട്ടുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ആഹാരത്തിൻ്റെ നല്ല എസൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അതിന് മെയിൻ ഒരു കാരണമാണ് നമ്മുടെ നല്ല നിദ്ര, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതുപോലെ അപ്പോൾ നിദ്രയിലും നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇനിയുള്ള രണ്ടാമത്തെ ഒരു ഭാഗമാണ് നമ്മുടെ ഭക്ഷണം. ഭക്ഷണത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന നല്ല വെജിറ്റേറിയൻ ഫുഡിൽ നിന്നും നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിലേക്ക് മാറി
നമ്മൾ കഴിച്ചിരുന്ന നല്ല ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ ബേക്കറി ഐറ്റംസിലേക്ക് നമ്മൾ ഒത്തിരിയേറെ മാറി. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിലും അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ആയുർവേദത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ശ്ലോകം എങ്ങനെയാണ്: ധീ ധൃതി സ്മൃതി വിഭ്രംശഃ കർമ്മ യത് കുരുതേ അശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപണം. എന്ന് വെച്ചാൽ ധീ ധൃതി സ്മൃതി, നമുക്കൊരു ദൈവം തന്നിരിക്കുന്ന ഒരു ഇതാണ്, ബുദ്ധിയുണ്ട്, നമുക്കൊരു നല്ല ഓർമ്മയുണ്ട്, നമുക്ക് നല്ല ഒരു കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. പക്ഷേ ഈ ധീയും, അതായത് ബുദ്ധിയും നമ്മുടെ നല്ല സ്മൃതിയും ഒക്കെ നമുക്കിപ്പോൾ നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രജ്ഞാപരാധം എന്ന് പറയുന്നത്, കാരണം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പല തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിക്കരുത് എന്ന് പറയുന്ന സാധനമാണ് നമ്മളൊന്ന് കഴിക്കുന്നത്, വേണ്ട അല്ലെങ്കിൽ മാറ്റി വെക്കണം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിലുള്ള സർവ്വദോഷങ്ങളും, അതായത് വാദം, പിത്തം, കഫം എന്ന് പറയുന്ന ദോഷങ്ങൾ, ഞങ്ങൾ ആയുർവേദത്തിലെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഇത് നമ്മളിൽ കോപിക്കാൻ തുടങ്ങുന്നു, അതായത് ദുഷിക്കാൻ തുടങ്ങുന്നു. ഇതനുസരിച്ച് രോഗങ്ങൾ കൂടുതൽ വരുന്നു. അപ്പോൾ ഈ PCOS ആയിട്ട് വരുന്ന കുട്ടികളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മിക്കവരും നല്ല ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് ഇതിലേക്ക് കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഫുഡിൻ്റെ പാറ്റേൺ നമ്മൾ മാറ്റി കഴിക്കേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അത് കുറച്ചുകൂടി ഫ്രൂട്ട്സിലേക്കും വെജിറ്റബിൾസിലേക്കും ഒക്കെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ അവരുടെ ഡൈജഷൻ വളരെ ത്വരിതഗതിയിലാകുന്നു. അതനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ തന്നെ വരുന്നു. അതോടൊപ്പമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വെള്ളം, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ഇന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. നമ്മൾ പറയും മിനിമം 12 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണം. അത് നമ്മുടെ ശരീരം ഒരു 80% വെള്ളം ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശവും ഇതിലൊരു വലിയ പോരായ്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു മെയിൻ കാരണം ആഹാരം, നിദ്ര, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബ്രഹ്മചര്യം. ഈ 3 കാര്യം അകാലത്തിൽ ചെന്നുപെടുന്ന ഒരു പ്രശ്നമാണ്. 25 വയസ്സ് വരെ ബ്രഹ്മചാരികളായിരിക്കണം എന്നാണ് ആയുർവേദ ശാസ്ത്രം നമ്മോട് പറയുന്നത്. അതിൽ നിന്നും ഇപ്പോൾ ബ്രഹ്മചര്യത്തിനുള്ള വ്യത്യാസം അതില്ലാതായി തീർന്നിരിക്കുന്നു കുട്ടികളിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ആയുർവേദ വിധി പ്രകാരം ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് 3 ഇങ്ങനെയുള്ള ക്രമക്കേടുകൾക്ക് വഴിതെളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇതിനോടൊപ്പം നമുക്ക് മെഡിസിൻ കൊടുത്ത് കറക്റ്റ് ചെയ്യണം, എങ്കിലും കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്, ഇപ്പോൾ മെഡിസിൻ കൊടുത്തിട്ട് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ 3 ഘടകങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നമുക്കിതിൽ ലഭിക്കുന്നു, സുഖം പ്രാപിക്കുന്നു, കൃത്യമായിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിളിലേക്ക് കുട്ടികൾ എത്തുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളിലെ വന്ധ്യത നീക്കം ചെയ്യപ്പെടുന്നു. ഒത്തിരിയേറെ പ്രത്യുൽപാദന ശേഷി വരികയും ഇമ്പ്രൂവ്മെൻറ്റ് കാണുകയും ചെയ്യും.